ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ ഇന്ന് എക്സ് കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ ബിയിൽ അടിച്ചു കയറി വന്നിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, കുറേ വാഴകൾ കയറിയിട്ടുണ്ട്. എന്തൊക്കെയോ കലക്കി മറിക്കും, അവിടെ ചെന്ന് തീ കൊളുത്തി പന്തം മേലോട്ട് വീടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. എയർപോർട്ടിൽ നിന്ന് വളരെ പ്രഹസനം കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പോഴാണ് അവരെന്താണ് എയർപോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു രൂപം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ബിക്കോസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. ലൈവ് കണ്ടിട്ട് ഇതുപോലെ ഒരു സീസണിലും എനിക്ക് ദേഷ്യം വന്നിട്ടില്ല. പക്ഷേ ഈ ലൈവ് കണ്ടിട്ട് കുറേ വാഴകളെ കൊണ്ട് ബിഗ് ബോസ് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും കൊണ്ടിട്ടിട്ട് എന്ത് തേങ്ങ അവരവിടെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അവരാകപ്പാട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിനെ അവർക്ക് ഡീഗ്രേഡ് ചെയ്യണം, പുറത്തേക്ക് നെഗറ്റീവ് കൊടുക്കണം. അതിനെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അതിൻ്റെ കൂടെ നിൽക്കുന്ന വേറെ കുറേ വാഴകളും അതാണ്. ഫസ്റ്റ്ലി ഓൾറെഡി മോർണിംഗ് ടാസ്കിൽ ഷാനവാസിനെതിരെ ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസിന് അങ്ങനെ തന്നെ വേണം. ഇവളുമാരെയൊക്കെ തലയെ കയറ്റി വെച്ചതിൻ്റെ ഒരു ഇതാണ് ഷാനവാസിന് കിട്ടിയത്. സത്യം പറഞ്ഞാൽ സങ്കടം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ തന്നെ വേണമെന്ന്. ബിക്കോസ് എനിക്ക് ഒരിക്കലും ഞാൻ ഷാനവാസിൻ്റെ ഫാനോ അല്ലെങ്കിൽ ഷാനവാസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയോ ആയിരുന്നില്ല. പക്ഷേ ബി കണ്ട് വന്ന് ഷാനവാസിനോടൊരു ഇഷ്ടം തോന്നി. പക്ഷേ എല്ലാ കണ്ടസ്റ്റൻറ്റും എനിക്ക് ഇഷ്ടമുണ്ട്. എന്നാൽ അവർ കാണിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഞാൻ പറയാറുണ്ട്. പക്ഷേ ഷാനവാസിനോട് എനിക്കൊരു ഒരു കൂടുതലൊരു ഇഷ്ടം തോന്നാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഭയങ്കര ജെനുവിനാണ്. ഫേക്കായിട്ടല്ല പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ലൈവ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയും ചെയ്തു. ഒരുപോലെ തന്നെ അവളുമാരോട് ദേഷ്യവും തോന്നി, വന്ന വാഴകളോട് ദേഷ്യവും തോന്നി. ആദ്യമേ ആദില പറഞ്ഞത് മുള്ള് എന്നൊക്കെയാണ് ഷാനവാസ് സത്യം പറഞ്ഞാൽ അത് നല്ല ഫീലായിട്ടുണ്ട്. അത് മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എനിവേ നമുക്കറിയാം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ പലതും പറയും. അത് നമുക്കൊന്ന് മൈൻഡ് ചെയ്യേണ്ടെന്ന് വെക്കാം. പിന്നെ അത് പക്ഷേ ഷാനവാസിന് നല്ല ഫീലായിട്ടുണ്ട്. കാരണം ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷാനവാസിനെ എന്തെങ്കിലും പറഞ്ഞാലോ കുറ്റപ്പെടുത്തിയാലോ ഷാനവാസിന് ഭയങ്കര ഫീലാണ്. അത് ഓൾറെഡി നെവിനോട് ഷാനവാസ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എനിവേ ഫസ്റ്റ് അപ്പാനി കയറി വന്നു. അപ്പാനി വലിയ പുലിയുടെ മറ്റേ മാസ്ക് ഒക്കെ ആയിട്ടാണ് വന്നത്. വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് വലിയ സൂപ്പർ സ്റ്റാർ 26 സിനിമയിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാർ കയറി വന്നത് നമ്മൾ കണ്ടു. ഇറങ്ങിപ്പോയത് നമ്മൾ കണ്ടു. പുലികളി കളിച്ച് ഇറങ്ങിപ്പോയത് നമ്മൾ കണ്ടു. അപ്പാനി വന്നിട്ട് വലിയ മൈൻഡോ കാര്യങ്ങളൊന്നുമില്ല. 1-2 വാക്കുകൾ മാത്രം ഷാനവാസിനോട് സംസാരിക്കുന്നു. ഓക്കെ, അത് പോട്ടെ. അപ്പാനി ഒത്തിരി അങ്ങ് പറയുന്നില്ല. ആദ്യമൊന്നും അപ്പാനി ഒന്നും പറയുന്നില്ല. പിന്നീട് വന്ന് ഓരോ മൂലയിലും പോയി ബീങ് ബാങ്കിലിരിക്കുന്ന ഒരു വ്യക്തി, ഒരു വാഴയുണ്ടല്ലോ, അവനോട് പോയി സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, അപ്പാനി വന്നു എന്നാ പറഞ്ഞാൽ അടുത്ത ആളെങ്കിലും കുറച്ചതായിട്ട് വരും. പിന്നെ വന്നത് ആരാ? സരിക, കലാഭവൻ സരിക സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഏറ്റവും വലിയ വിഷമായ ഷാരിക കൺഫെഷൻ റൂമിൽ നിന്ന് വരുന്നു. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ പിന്നീട് കാണണം, ലൈവിൽ കൂടെ കാണണം എന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ആൾക്കാരാണ്. ഇത്രയും വരെ സീസൺ 7 വരെ ഉണ്ടായിട്ടില്ല. സീസൺ 6 വരെ ഉള്ള റീ എൻട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ റീ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമായിരുന്നു ലൈവ് കണ്ടുകൊണ്ടിരിക്കാൻ. എന്നാൽ ഈ പ്രാവശ്യത്തെ റീ എൻട്രി എന്തുവാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പ്ലീസ് കമൻറ്റ്. നിങ്ങൾ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. സത്യം പറഞ്ഞാൽ അത്ര ദേഷ്യം ഒന്നും സങ്കടം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതിനുശേഷം വന്നത് മുൻഷി രഞ്ജിത്ത് ഒരുപാട് കൊട്ടുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊട്ടുന്നുണ്ടായിരുന്നു. അനീഷിനെയും ഷാനവാസിനെയും കൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ശൈത്യയും ഷാനവാസും തമ്മിൽ ഒത്തിരി വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ശൈത്യം മാത്രമാണ് ഇച്ചിരിയെങ്കിലും സ്നേഹത്തോടെ, ഒരു 1% സ്നേഹത്തോടെയെങ്കിലും ഷാനവാസിനോട് സംസാരിച്ചത്. പിന്നെ വന്നത് RJ ബിൻസി. എൻ്റെ പൊന്നോ, ഇതുപോലൊരു വേറെ വശം. ആദ്യത്തെ വശം ഷാരികയായിരുന്നു. അതിനേക്കാളും മൂർച്ചയേറിയ വശം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. RJ ബിൻസി, ഷാരിക, ആദില, നൂറ ഇരുന്ന് സംസാരിക്കുവാണ് ആ മേക്കപ്പ് റൂമിലിരുന്ന്. അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ RJ ബിൻസി ആദിലയോട് പറയുകയാണ്, ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു വ്യക്തി ഇല്ല എന്ന് പറഞ്ഞ് വിഷം ഇങ്ങനെ തുപ്പുക. അത് കേട്ട് നിൽക്കാനായിട്ട് കുറേ ആദില, നൂറ് എന്ന് പറഞ്ഞ വാഴകൾ. അതിൻ്റെ കൂടെ സരിക അവിടെ നിന്ന് പറയുന്നു ഷാനവാസിന് PR ഉണ്ടെങ്കിൽ ഇവർക്കെന്താണ് ഇവളുമാർക്ക് ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ഈ ജനങ്ങൾ ഇവളുമാരെയൊക്കെ പറഞ്ഞു വിട്ടത് അവിടുന്ന്. അതേപോലെ തന്നെ RJ ബിൻസി അവിടെ നിന്ന് പറയുവാണ്,
ബിൻസിയുടെ ചാച്ചനും പിന്നെ ഇപ്പോൾ കയറിയിട്ടുണ്ടല്ലോ. ഓക്കെ, ആർ ജെ ബിൻസിയുടെ അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ കുറേ ദിവസം കൂടി ഉണ്ടായിരുന്ന അയാളെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അവളെ തേച്ചൊട്ടിച്ചിട്ട് അവളെ പറഞ്ഞു വിട്ടത് ബിബി ഹൗസിൽ നിന്ന്. അവൾ പിന്നെ എന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് കയറി വന്ന് നാണമില്ലാതെ ഇങ്ങനെ ലൈവ് ഇരുന്ന് സംസാരിക്കുന്നത്. അവൾക്ക് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഇത് കാണുമ്പം അവൾക്ക് എന്തോ പോസിറ്റീവ് കമൻറ്റ്സ് വരും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഈ പ്രഹസനങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നത്. എനിക്കറിയാൻ മേലടി ചോദിക്കുക. ഇപ്പം ഇന്നത്തെ ലൈവ് ഫുള്ള് ഇതുപോലെ ബോറടിച്ച ഒരു ലൈവ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വീക്കിലൊക്കെ ലൈവ് എന്ത് രസമായിരുന്നു. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.